Hi all, magic morning. Magic morning. Magic morning. Magic morning. Magic morning. Magic morning, sir. Magic morning. അയ്യോടാ. ഓക്കേ. അപ്പം എല്ലാവരും നല്ല മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുകയാണല്ലേ? യെസ്. ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് പുതിയൊരാളാണ് പുതിയൊരു ട്രെയിനറാണ് ഇന്ന് സെഷൻ എടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പോസ്റ്ററിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ട്രാൻസ്ഫോർമേഷണൽ കോച്ചും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനറും കൂടെ ആയിട്ടുള്ള ദിനേശ് ശങ്കരൻ സാറാണ് ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ യുദ്ധത്തെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയാലോ അല്ലെ? യുദ്ധം എന്താന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കും നമുക്ക് വരുന്നത് ദിവാർ എന്നുള്ള ടോപ്പിക്കാണ് വരുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് എന്താണ് സാറിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ദിനേശ് സാർ ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാനോ? റെഡി അല്ലേ? ഓക്കെയാണ് മാം. ഒന്ന് കോസ്റ്റ് ആക്കിക്കോട്ടോ. ഓക്കെ സാർ. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ദിനേശ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മാജിക് മോർണിംഗ്. Morning, sir. ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് എല്ലാവർക്കും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ഒന്ന് പുഞ്ചിരിച്ചൊരു ഹായ് പറയാം. വെളിച്ചമുണ്ടെങ്കിലും വെളിച്ചമില്ലെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് പറയാം എല്ലാവർക്കും. ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയാം. അത് കഴിഞ്ഞ് വീഡിയോ ഓഫ് ചെയ്ത് ഇരുട്ടിലായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ശബ്ദവും Good morning. Good morning. ഗുഡ് മോർണിംഗ് ഒരു ടാറ്റ തരാം. ബീന Morning, മാം sir. അടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രീത മാം Good morning. ജസ്റ്റ് റൂമിൽ ലൈറ്റ് ഓൺ ചെയ്താലും മതി. നിങ്ങളെ കണ്ടില്ലേ? ഷീജ മാം വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ, സന്തോഷം. താങ്ക് യു. എല്ലാവരും ഹാപ്പിയാണ്. മോളൂട്ടി വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. സുന്ദരിയാണ് കേട്ടോ മോൾ. താങ്ക് യു. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരും ഹാപ്പിയാണ്. ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കും. ആ വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം പറയണം. റെഡിയാണോ എല്ലാവരും? Yes. ഓക്കെ. മരണപ്പെട്ട വ്യക്തി പിന്നീട് ഒന്നും അറിയുന്നില്ല. തന്നെ ആരൊക്കെ കാണാൻ വരുന്നെന്നോ തന്നെ ചൊല്ലി ആരൊക്കെ വേദനിക്കുന്നെന്നോ കരയുന്നോ എന്ന് ഒന്നും തന്നെ. മരിച്ചു കഴിഞ്ഞാൽ തന്നോട് ആളുകൾക്ക് എത്ര സ്നേഹമുണ്ടെന്നറിയാൻ 74-കാരൻ നടത്തിയത് കടന്ന കൈ. മരിച്ചതായി അഭിനയിച്ച് ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ വരെ അങ്ങ് നടത്തിച്ചു. മരണശേഷമുള്ള എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് അലങ്കരിച്ച ശവപ്പെട്ടിയിൽ തന്നെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ പുള്ളിക്കാരൻ ആവശ്യപ്പെടുകയായിരുന്നു. പശ്ചാത്തലത്തിൽ അതിവൈകാരികമായ പാട്ടുകളും വെച്ചു. എന്തായാലും കക്ഷിക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. നൂറുകണക്കിന് ആളുകളാണ് മരണവാർത്ത അറിഞ്ഞ് എത്തിച്ചേർന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശവപ്പെട്ടിയിൽ നിന്ന് ആൾ എഴുന്നേറ്റു. സ്നേഹമളക്കാൻ കേട്ടുകേൾവിയില്ലാത്ത ഇങ്ങനെ ഒരു പരീക്ഷണം നടന്നത് ബീഹാറിലാണ്. ഗയ ജില്ലയിലെ ഗുരാരു ബ്ലോക്കിലെ കൊഞ്ചി ഗ്രാമത്തിൽ താമസിക്കുന്ന 74 വയസ്സുള്ള മുൻ വ്യോമസേനാ സൈനികൻ മോഹൻലാലാണ് സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിച്ച് മരണവാർത്ത അറിഞ്ഞ് കാണാനെത്തിയവരെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. ശവപ്പെട്ടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ മോഹൻലാലിനെ കണ്ട് പലരും നിലവിളിച്ചോടുകയുണ്ടായി. ഏതായാലും പ്രതീകാത്മകമായി മോഹൻലാൽ ഒരു കോലം കത്തിച്ചു. പിന്നെ എത്തിയവർക്കെല്ലാം നല്ല വിരുന്ന് നൽകി. തന്റെ ശവസംസ്കാര ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന് കാണണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. അതിനാലാണ് ഇത് ചെയ്തതെന്ന് മോഹൻലാൽ പറയുന്നു. മരണശേഷം ആളുകൾ ശവമഞ്ചം ചുമക്കും. പക്ഷെ അത് നേരിട്ട് കാണാനും ആളുകൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നറിയാനും ഒരാഗ്രഹമായിരുന്നു. അത് സാധിച്ചുവെന്നും മോഹൻലാൽ. ഒരു ചാരിറ്റി പ്രവർത്തകൻ കൂടിയാണ്. പൊതുകാര്യങ്ങളിലെല്ലാം ഇടപെടും. നാട്ടിൽ ശവസംസ്കാരത്തിന് സൗകര്യമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നത് കണ്ടതിന് പിന്നാലെ നാട്ടിൽ സ്വന്തം ചെലവിൽ ഒരു പൊതു ശ്മശാനം തന്നെ പണിഞ്ഞു നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. എന്താണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവർക്കും പറയാം. അദ്ദേഹം ചെയ്ത പരിപാടി എല്ലാവർക്കും വ്യക്തമായല്ലോ.
നിങ്ങൾ എന്തിനായിരിക്കും അദ്ദേഹം ഇത് ചെയ്തത്? എന്താണ് ഇതിന്റെ ഒരു പ്രസക്തി? നിങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാം പറയാം. നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറയാം. അബ്ദുൾ റസാഖ് സാറുണ്ട്, ബഷീർ സാറുണ്ട്, എല്ലാവരും പറയും. മണി സാർ, എല്ലാവർക്കും പറയാം. അയാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ നല്ലൊരു അഭിപ്രായമാണ്. പക്ഷെ കാരണം ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അത് ചെയ്യുന്നതാണ്. പക്ഷെ പിന്നീട് ഒരിക്കൽ മരിക്കുമ്പോ ചിലപ്പോ ആളുകൾ പിന്നീട് മരിക്കുമ്പോ ആള് കുറയുള്ളൂ. ബാക്കിയുള്ളവർക്കും അഭിപ്രായം വരാം. അങ്ങനെ ഒരു സാഹസം അത് ശരിയാണോ തെറ്റാണോ? സാഹസം പിന്നെ ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് നടത്തിയാലോ എന്ന്. കാരണം ആള് കൊള്ളാട്ടോ. നമുക്ക് പിന്നെ അറിയില്ല വെച്ചാല് നമ്മളെ വിശ്വാസപ്രകാരം അത് അറിയാൻ പറ്റും. പക്ഷെ എന്താ പറയാ, നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, നമ്മളെ പോലും നമ്മൾ അറിയാതെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവുമല്ലോ ചിലപ്പോ. അവര് നമ്മൾ അപ്പൊ അവരൊക്കെ നമുക്ക് കാണാൻ പറ്റുക ചിലപ്പോ നമ്മള് മരണപ്പെട്ട് കിടക്കുമ്പോയായിരിക്കും. അവരെത്രത്തോളം അവരൊക്കെ നമുക്ക് അറിയാൻ അല്ലേ? അതെ അതെ. ഗ്രേറ്റ്. വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാട്ടോ. ഇതൊരു നമ്മൾ ആരും പഠിപ്പിക്കുന്നൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ്. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ചില കാര്യത്തിന് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അത് മാത്രമാണ് ഉദ്ദേശം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? പറയണമെങ്കിലാകാം. വേറെ ആരെങ്കിലും? മണിസാർ എന്തോ പറയുന്നു, പറഞ്ഞോളൂ. അതിപ്പം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. നമ്മളെ കാഴ്ചപ്പാടിൽ അത്ര ശരിയായി എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് എല്ലാം ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ സ്നേഹം ഇതൊക്കെ നമ്മൾ കൊടുക്കുക അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പം തിരിച്ച് നമ്മളെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അറിയാത്ത ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം വ്യക്തമായിട്ട് അറിയാം. ആത്മാവിന് ഒരു മരണമില്ല എന്നാണല്ലോ പറയാ, എനർജി ആണല്ലോ. അപ്പൊ നമുക്കത് എല്ലാം അറിയാനും കഴിയാനൊക്കെ പറ്റും. അതിന് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ദൗത്യം എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അയാളുടെ ഭാഗത്ത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു അഭിപ്രായം അങ്ങനെയാണുള്ളത്. ഓക്കെ. എല്ലാവരും അഭിപ്രായം നമ്മൾ മാനിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഒരാൾ കൂടി അഭിപ്രായം പറയാം. ആർക്കെങ്കിലും? അപ്പൊ പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ വിൻസെന്റ് സാർ. നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ കൂട്ടുകാരെയോ നമ്മുടെ നാട്ടുകാരെയോ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മരിച്ചതിന് ശേഷം പിന്നെ അറിഞ്ഞിട്ട് എന്താ കാര്യമുള്ള? അത് നല്ലൊരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ അറിയണം. നമ്മൾ ആരാണ് നമ്മളെ സ്നേഹിക്കുന്നുള്ള കാര്യം അറിയണം. നമ്മൾ മരിക്കുമ്പോൾ കപടമായ സ്നേഹം കാണിച്ച് വരുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ഒട്ടും ബഹുമാനിച്ചിട്ടുണ്ടാവില്ല. ഇതിനെ നമ്മൾ കാണുന്നത് തീർച്ചയായും ബാലിഷ്ടമായ ചിന്താഗതിയാണ് അതെന്ന് തോന്നണം. അതെ, ചിന്തകൾ ശരിക്കും ഓരോ വ്യക്തികൾക്കും അവരുടെ ചിന്തകൾ അവർക്ക് ശരിയാണ്. അപ്പൊ എന്തായാലും അതൊരു നല്ല ഇത് ചാർലി എന്നൊരു സിനിമയിലും ഇതേ ഒരു രംഗമുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ചാർലി എന്നൊരു സിനിമ, ഇതിന്റെ വേറൊരു വെർഷൻ നമുക്ക് അതിൽ കാണാൻ പറ്റും. ലോകത്തിൽ പല ആളുകളും ഇങ്ങനെയുള്ള കുറെ കുസൃതികൾ ഒപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം. അല്ലെങ്കിൽ ഞാൻ ഒരു മറുചോദ്യം ഇടുകയാണെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ നമുക്കൊപ്പമുള്ള ആളുകളുടെ ബന്ധങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ? അതെന്റെ ഒരു ചോദ്യം. സ്നേഹബന്ധത്തിന് പണ്ട് പറയലുണ്ട്, ഈ തഹസിൽദാര് ഭാര്യ മരിച്ചപ്പോഴേ ഭയങ്കര കൂട്ടം ആള് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ തിക്കും തിരക്കി. തഹസിൽദാർക്ക് തന്നെ മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ അയാള് മരിച്ച സമയത്ത് ആരുമില്ല, കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തിൽ കൂടുന്ന ആൾക്കാര് മുഴുവനും ഇയാൾ ചെയ്താലും സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞ് എത്തുന്ന വ്യക്തികളിൽ പലരും തന്നെ സ്നേഹം ഇല്ലാത്തവരുമായിരിക്കും. അല്ല, അത് അവിടെ നിർത്തുന്നു. അതിലേക്കൊക്കെ എത്തിക്കാൻ ഒരു കാരണം ഉണ്ടാവും. അദ്ദേഹം മോശക്കാരൻ വ്യക്തിയല്ല കേട്ടോ. അദ്ദേഹം നാടിന് വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഗ്രാമത്തിലെ വ്യക്തിയാണ് അദ്ദേഹം. അവിടെ ഈ പാവപ്പെട്ട ആളുകൾക്ക് ശ്മശാനം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാശിൽ തന്നെ വലിയൊരു എമൗണ്ട് ഒക്കെ എടുത്തിട്ട് സ്ഥലം മേടിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ശ്മശാനമൊക്കെ നടത്തിയൊരു വ്യക്തിയാണ്. അപ്പൊ ഒരു ഔട്ട് ഓഫ് ബോക്സ് പോകുന്ന ഒരു മനുഷ്യനാണ്, തലതിരിഞ്ഞ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഇതിലേക്കൊക്കെ എത്തിക്കാനൊരു കാര്യം, അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ ലൈഫിൽ സ്നേഹബന്ധത്തിനൊക്കെ സമയവും എനർജിയും ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഈ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊപ്പം വളരെ
നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ സമയവും എനർജിയും ഒക്കെ കൊടുക്കണോ? അത് നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. വളരെ സിമ്പിൾ. അത് നമ്മള് അല്ലെ നമ്മുടെ സ്നേഹം സർ, ഓരോ വ്യക്തിനെ ആശ്രയിച്ചിരിക്കും. ചിലവർക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ കൂട്ടുന്നതിലേക്കും മനസ്സുഖം, ചിലവർക്ക് മറ്റവർക്ക് എന്തെങ്കിലും ചാരിറ്റി ചെയ്തു കൊടുക്കുന്നതായിരിക്കും അയാൾക്ക് കിട്ടുന്ന സുഖം. അല്ല, നമ്മൾ സ്വന്തം അഭിപ്രായം പറയാം. ഞാൻ പറയാം, ഇവിടെ നമ്മൾ ടീച്ചിങ്സ് വേണ്ട, ലോകത്തിലെ കാഴ്ചപ്പാടും വേണ്ട. നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇങ്ങനെ നല്ല നിങ്ങൾക്ക് സർവീസ് തരുന്ന ഭാര്യ ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അവർക്ക് നല്ല സ്നേഹബന്ധം കൊടുക്കേണ്ട, ക്വാളിറ്റി ടൈം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. നമുക്കും ഒരു ഇത് കിട്ടും. അതെ, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഓക്കെ, എല്ലാവർക്കും പറയാട്ടോ. ഇതിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ എല്ലാവർക്കും ആദ്യത്തെ ചോദ്യം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്, അതുകൊണ്ട് അറിഞ്ഞില്ല. അതുകൊണ്ട് ഓക്കെ ബാക്കിയുള്ളവർക്കും പറയാം. മിഷാബ് സാർ, ബാക്കി എല്ലാവർക്കും പറയാം. ലേഡീസിനും പറയണം. ലേഡീസ് കൂടുതൽ പറയണം. സാറേ, നമുക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം. നമുക്കും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും സാർ. ചെയ്യണം. ഗുണമുണ്ടോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല്? ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ഒരു നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അങ്ങനെയൊക്കെയാണ്. നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മൾ ചെലവഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു സുഖം ലഭിക്കില്ലേ? ഗ്രേറ്റ്, താങ്ക് യു. അപ്പൊ ഓസ്ട്രേലിയൻ പാലിയേറ്റീവ് നേഴ്സായിരുന്ന ബ്രൗണി വെയർ എന്ന് പറഞ്ഞ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവര് ഈ മരണക്കിടക്കയിൽ എത്തിയ ആളുകളിൽ അവർക്ക് വേണ്ട സേവനങ്ങളാണല്ലോ പാലിയേറ്റീവ് കെയർ ഒക്കെ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഓർമ്മക്കുറിപ്പുകൾ, അവരുടെ അവസാനം പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ എടുത്തെഴുതും. അവരെ മെമ്മറിയിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും, അതൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ അതിൽ 90% ആളുകളും ഒരുപാട് പശ്ചാത്താപം അവർക്കുണ്ടായിരുന്നു. ജീവിതം ഒന്നുകൂടി മികച്ച രീതിയിൽ ജീവിക്കാമായിരുന്നു. 5 പശ്ചാത്താപങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്, ലോകത്തിലെ അതിപ്രശസ്തമായ ഒരു പുസ്തകമാണ്. പറ്റുന്ന ആളുകൾക്കൊക്കെ ഒന്ന് വായിക്കാട്ടോ. ദ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡേ. മരണക്കിടക്കയിലേക്ക് പോകുന്ന ആളുകളുടെ റിഗ്രറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ ഒന്ന് ഇതായിരുന്നു: എനിക്ക് ഏറ്റവും മികച്ചൊരു ജീവിതം ജീവിക്കാമായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കുറ്റബോധം ഇത് തന്നെയായിരുന്നു: എനിക്ക് ഒപ്പമുള്ള ആളുകളോട് എൻ്റെ ഹൃദയം തുറന്ന് എനിക്ക് സംസാരിക്കാമായിരുന്നു. വളരെ മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ ജീവിത സഖിക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ള ചിന്ത അവിടെ വന്നിട്ടുണ്ട്. ഏകദേശം 90% ആളുകൾ. വേറൊരു രീതിയിൽ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ഒരുപാട് ട്രെയിനിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. അബ്രഹാം മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഒരു മനുഷ്യൻ, അവന് വേണ്ട വീട്, പാർപ്പിടം, കാറ്, സൗകര്യം ഒക്കെ വേണം, സേഫ്റ്റി കാര്യങ്ങളൊക്കെ വേണം. അത് കഴിഞ്ഞിട്ടും അവൻ വളരണം. ഒരു വെർട്ടിക്കൽ ഗ്രോത്ത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അത് പ്രൈമറി നീഡ്സ് കഴിഞ്ഞാൽ പിന്നീട് അടുത്തതാണ് വൈകാരികതയിലെ ഒരു ഗ്രോത്ത് അവന് വേണം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സെൽഫിലേക്കുള്ള യാത്രയുണ്ട്. അപ്പൊ ഗ്രോത്ത് ഈസ് വെർട്ടിക്കൽ. എന്നാൽ അതേ മനുഷ്യൻ, അവൻ വീട് വെക്കുന്നു, വീണ്ടും ഒരു വീട് വെക്കുന്നു, വീണ്ടും ഒരു വീട് വെക്കുന്നു, പുതിയ പുതിയ കുറേ വീടുകൾ ഉണ്ടാക്കുന്നു, കോടികൾ വിലയുള്ള കുറേ വീടുകൾ ഉണ്ടാക്കുന്നു. അവന്റെ ഒപ്പമുള്ള വൈഫിനോടോ കുട്ടികളോടോ സുഹൃത്തുക്കളോടോ ഏറ്റവും മികച്ച രീതിയിൽ സംസാരിക്കാനോ, ഒപ്പമുള്ളവരോടുള്ള സ്നേഹം അറിയിക്കാനോ, സ്നേഹം സ്വീകരിക്കാനോ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ ആ വ്യക്തിയെ വളർന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? ചോദ്യമാണ്, എല്ലാവർക്കും പറയാം. നിങ്ങളുടെ ഉത്തരം. അവൻ ആ റെഡ് ആൻഡ് ഓറഞ്ച് യെല്ലോയില് ഹൊറിസോണ്ടലിയാണ് പോകുന്നത്, ഒരുപാട് നേടുന്നുണ്ട്. എന്നാൽ ഒപ്പമുള്ളവരോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ, ഒപ്പമുള്ളവരുടെ സ്നേഹം സ്വീകരിക്കാനോ, ഒപ്പമുള്ളവർക്ക് സ്നേഹം കൊടുക്കാനോ ഒരിക്കലും ശ്രമിക്കുന്നുമില്ല, കഴിയുന്നുമില്ല. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. എന്നാൽ അവൻ ഒരുപാട് നേടുന്നുണ്ട് ഹൊറിസോണ്ടലി. ആ വ്യക്തിയെ വളർന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എല്ലാവർക്കും പറയാം. എല്ലാവർക്കും അപ്പൊ ഇത് നിങ്ങളെ ആത്മീയമായ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എല്ലായിടത്തോളം, ഇതിലെല്ലാം ഇതിന്റെ ഒക്കെ ഒരുപാട് സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മനുഷ്യൻ വളരേണ്ടത് ശരിക്കും എല്ലാ രീതിയിലും വളരണം. മെറ്റീരിയൽ കാര്യങ്ങളും വളരണം. വൈകാരികമായ ഒരു വളർച്ച അവന് ആവശ്യമുണ്ട്. ചുറ്റുമുള്ളവരിൽ നിന്നുള്ള യുദ്ധം ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവൻ വളരേണ്ട ഒരു ആവശ്യമുണ്ട്. അതൊരു വലിയ വിഷയമാണ്. ഈ വീഡിയോ കൂടി ഒന്ന് കാണുക. കുങ്കുമപ്പൂമ്പൊട്ടുകൾ
വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാനിന്നേകനായി കേഴുമീ കൂടിനുള്ളിൽ എതിരേൽക്കുവാൻ വന്നുവോ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കന. വീഡിയോ വ്യക്തമാണോ എല്ലാവർക്കും? ഒന്ന് യെസ് പറയാം. അതിൽ ആരാണ് കുട്ടി? ചോദ്യം. അതിൽ ആരാണ് കുട്ടി? അച്ഛനാണോ കുട്ടി, അതോ ചെറിയ കുട്ടിയാണോ കുട്ടി? അച്ഛൻ. കുട്ടിയാണ് അച്ഛൻ. കുട്ടിയാണ് അച്ഛൻ. കാര്യം വ്യക്തമായോ? പലപ്പോഴും നമ്മള് ഈ വികാരത്തിന്റെ ആ യുദ്ധത്തിൽ പെട്ടിട്ട് വെറും കുട്ടിയാകുന്നുണ്ട്. അപ്പൊ അച്ഛനാകേണ്ട സമയത്ത് അച്ഛൻ കുട്ടിയാകുമ്പോൾ കുട്ടി വളരെ പക്വമായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? ചോദ്യമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹൃദയങ്ങൾ തുളയ്ക്കുന്നത് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളെയാണോ, ഏറ്റവും അകന്നു നിൽക്കുന്ന ആളുകളെയാണോ? ചോദ്യമാണ്. എല്ലാവർക്കും ഉത്തരം പറയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത്, നിങ്ങളുടെ ഏറ്റവും മോശമായ വാക്കുകൾ, ഒരുപാട് ഹൃദയങ്ങൾ തുളയ്ക്കുന്ന ആ ഹൃദയത്തിന്റെ ഉടമകൾ, ഹൃദയങ്ങൾ തകർക്കുന്ന ആ ഹൃദയത്തിന്റെ ഉടമകൾ, ഏറ്റവും മോശമായ രീതിയിൽ നിങ്ങളുടെ വാക്കുകൾ സ്വീകരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളാണോ, ഒരുപാട് അകന്നു നിൽക്കുന്ന ആളുകളാണോ? ചോദ്യം വളരെ സിമ്പിളാണ്. വളരെ അകന്നു നിൽക്കുന്ന ആളുകളാണോ, ഏറ്റവും അടുത്ത് നിങ്ങളെ ഏറ്റവും ക്ലിയർ ആണോ? സ്വന്തം കുട്ടികളോട് മാത്രമാണ് നിങ്ങൾ ഏറ്റവും മോശമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അയൽവാസിയുടെ കുട്ടീനോട് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നമ്മൾ സംസാരിക്കുന്നു. നിങ്ങൾ എവിടെ സ്വന്തമാക്കുന്നു, എവിടെ നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് വരുന്നു, അവിടെ നമുക്കൊരു സമൂഹ ലൈസൻസ് എന്ന പോലെയാണ്. നമുക്ക് അവരെ എന്തും ചെയ്യാം, മാനസികമായിട്ട് അവരെ തകർക്കാം, വെടിയുണ്ടകൾ ഇങ്ങനെ എയ്തുകൊണ്ടേയിരിക്കാം, എന്നും അവന് യുദ്ധം ചെയ്യാം. കല്യാണം കഴിച്ച സ്ത്രീയോട് നിങ്ങൾക്ക് എന്നും യുദ്ധം ചെയ്യാം. സമൂഹം ലൈസൻസ് തന്നിരിക്കുകയാണ്. അതൊരു ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിൽ നിന്ന് വെറും കുട്ടിയായിട്ട് തന്നെ ജീവിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക, അതോ നമുക്ക് കുട്ടീനെ മാറിയിട്ട് കുറച്ചും കൂടി ഉയർന്ന രീതിയിലേക്ക് പോകണമെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഒരു ചിത്രം കാണുന്നുണ്ടോ? ഒരു സന്യാസി, വളരെ ശ്രേഷ്ഠനായ ഒരു സന്യാസി നിലയുടെ ആ നദിയുടെ അടുത്ത് മലയുടെ മുകളിലായിട്ട് ധ്യാനം ചെയ്യണം. അപ്പൊ അവിടെ ആ ഒരു ഗ്രാമത്തിലെ ഏറ്റവും റൗഡിയായ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അതിൽ റൗഡിയുടെ നേതാവാണ് ആ വ്യക്തി. ഈ നേതാവിനെ എല്ലാവർക്കും പേടിയാണ്. അവനാണെങ്കിൽ വല്ലാത്തൊരു അഹങ്കാരമാണ്. അപ്പൊ അവന്റെ റൗഡി സെറ്റിലെ 3 പേര് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാണ്, ഇവനെ എങ്ങനെയും തോൽപ്പിക്കണം. ആ ചലഞ്ച് ഇതായിരുന്നു. ഈ വ്യക്തിയോട് പറയും, നീ ആ സന്യാസിയെ കണ്ട, ആ സന്യാസിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കും, ആ സന്യാസിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കും, നീ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച ലീഡർ, നമ്മളുടെ റൗഡി സെറ്റിലെ നമ്പർ 1 നീയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ പ്രഖ്യാപിക്കില്ല എന്ന് പറയണം. അവൻ സന്യാസിയുടെ അടുത്ത് പോയിട്ട് വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, അട്ടഹസിക്കുന്നു. സന്യാസി മൈൻഡ് ചെയ്യാതെ ധ്യാനത്തിലിരിക്കുകയാണ്. അവനാകെ തോറ്റു പിന്മാറി വന്ന് വല്ലാത്ത ദേഷ്യം വരാൻ തുടങ്ങി. സന്യാസിയായ കാരണം അവനെ ആക്രമിക്കാനും വയ്യ. അവന്റെ ഫ്രണ്ട്സൊക്കെ അവനെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സന്യാസി നദിയിലേക്ക് ഇറങ്ങിയിട്ട് കുളിക്കാൻ പോവാണ്. ഇവൻ ആ ഒരു എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ തോൽപ്പിക്കണം എന്നുള്ള ഇതിൽ വരികയാണ്. സന്യാസി കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇവൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. സന്യാസി ഒന്നും പറഞ്ഞില്ല. ഇവൻ ഒരൊറ്റ തുപ്പാണ് സന്യാസിയുടെ മുഖത്തേക്ക്. സന്യാസി ഒന്നും പറയാതെ വീണ്ടും പോയി കുളിച്ചു വന്നു. ഇവന് വല്ലാത്ത ദേഷ്യം. ഇവൻ കൂട്ടുകാരും മറന്നു, നാട്ടുകാരും മറന്നു, എല്ലാം മറന്നു. ഇവൻ പറഞ്ഞു സന്യാസിനെ എങ്ങനെയും, സന്യാസി എന്ന വ്യക്തി മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ചിന്ത. അദ്ദേഹത്തിന്
എങ്ങനെയെങ്കിലും വീഴ്ത്തണം, അത് മാത്രമാണ് ചിന്ത. വീണ്ടും കുളിച്ചു വരുന്ന സന്യാസിയെ നോക്കിയിട്ട് അവൻ ദേഷ്യത്തോടെ വീണ്ടും തുപ്പാണ്. അദ്ദേഹം ഒന്നും പറയാതെ വീണ്ടും പോയിട്ട് കുളിച്ചു വരികയാണ്. അവിടെയുള്ള അവന്റെ കൂട്ടുകാരുടെ ചലഞ്ചൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് പോയിരുന്നു ഈ കാഴ്ച കണ്ടിട്ട്, ഇത്രയും സഹിക്കാൻ പറ്റാത്ത കാഴ്ച കണ്ടിട്ട്. അവരെല്ലാം ഹൃദയം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ വീർപ്പടക്കി നിൽക്കുകയാണ്. വീണ്ടും സന്യാസി കയറി വരുന്നു, ഇവൻ തുപ്പുന്നു. സന്യാസി വീണ്ടും കുളിക്കാൻ പോവാണ്. സന്യാസി ആ 4ാമത് കുളിച്ചു വരുമ്പോ, കുളി കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തിട്ടാണ് മുങ്ങി വരുന്നത്. മുങ്ങി വരുന്ന കരയിലേക്ക് കാല് വെക്കുമ്പോഴേക്കും സന്യാസിയുടെ കാൽപാദങ്ങളിൽ ഇവർ 4 പേരും കിടക്കാണ്, മാപ്പ് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട്. ആ 3 ചെറുപ്പക്കാരും ഈ ഗുണ്ടാ നേതാവും. ഗുണ്ടാനാഥയെ വല്ലാതെ പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടായിരുന്നു. അവന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണമായിരുന്നു ഇവിടുന്ന്. അവൻ എല്ലാത്തിനും, ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റിനും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പ് പറയായിരുന്നു. അദ്ദേഹം പൊട്ടിച്ചിരിക്കാനായിരുന്നു. സൗമ്യമായിട്ട് അദ്ദേഹം ഒരു ചിരി കൊടുത്തു, ഇവർക്ക് ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ആ കൂട്ടുകാര് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഞങ്ങൾ ചെയ്ത വലിയൊരു, ഏറ്റവും ഒരിക്കലും ആരും പുറക്കാൻ പറ്റാത്തൊരു പാപമാണ്, എല്ലാത്തിനും മാപ്പ്. പക്ഷെ അങ്ങ് ഇതെങ്ങനെ സഹിച്ചു എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുക. അങ്ങക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തി കിട്ടിയത്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, വളരെ സൗമ്യമായിട്ട്. ആഫ്റ്റർ ആൾ ഈസ് ജസ്റ്റ് എ ചൈൽഡ്. അവൻ വെറും കുട്ടിയാണ്. അവൻ വെറും കുട്ടിയാണ്. അത് വല്ലാത്തൊരു സെന്റൻസ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായി ചിന്തിക്കുക. റോഡില് വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, ചിലപ്പോൾ റോഡിൽ നിങ്ങളെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ചെറുതായിട്ട് വണ്ടി ഒന്ന് മുന്നിൽ ബ്രേക്ക് ഇടുമ്പോൾ ഒപ്പം വന്നിട്ട് ചിലപ്പോൾ നമുക്ക് സ്പേസ് കിട്ടാതിരിക്കുമ്പോഴൊക്കെ വെറുതെ യുദ്ധം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടിയ സ്ഥലമായിരുന്നു ചണ്ഡീഗഡ്. ഈ ചണ്ഡീഗഡിന് അടുത്തുള്ള തന്നെ ഒരു ഫൈറ്റർ ബേസിൽ എനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ക്ലാസ് 1 ഓഫീസർ, അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ട ഒരു കാഴ്ച. അത് റെക്കോർഡിംഗ് ആയ കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ പദവിയും ഞാൻ പറയുന്നില്ല. ഏകദേശം 2 ലക്ഷം രൂപ മേടിക്കുന്ന ഒരു വ്യക്തി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ കാറ് ഒരു പഞ്ചാബിലെ ഗ്രാമമാണ്, ഒരു മരത്തിന്റെ അടിയിലാണ്. അവിടെ സർബത്തും ജ്യൂസൊക്കെ കൊടുക്കും വേനൽക്കാലമാകുമ്പോൾ. അങ്ങനെ ആ ജ്യൂസ് മേടിക്കാനും ആ ഒരു തണ്ണിമത്തന്റെ കഷ്ണം മേടിക്കാനും വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു പഞ്ചാബി സർദാർ സ്കൂട്ടറിൽ വന്നു. അദ്ദേഹം ക്ഷീണത്തിലാണ്. സ്കൂട്ടർ പാർക്ക് ചെയ്തു. ചേതക് സ്കൂട്ടർ ആയിരുന്നു. സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടു. പെട്ടെന്ന് തന്നെ ഇത് മേടിക്കാൻ വരികയാണ്. ഈ സമയത്ത് ആ സ്കൂട്ടർ പതുക്കെ കാറിന്റെ മുകളിലേക്ക് വീണു. ചെറുതായി സ്ക്രാച്ച് ആയി. ഇവർ 1-2 സംസാരമായി. 2 പേരും കുട്ടികളായി. സർദാർ ആണെങ്കിൽ ഒന്നുകൂടി ചെറിയ കുട്ടിയായി. അദ്ദേഹം തണ്ണിമത്തൻ മുറിക്കുന്ന കത്തി, വളരെ നീളമുള്ള, നമ്മുടെ ഹൽവക്ക് മുറിക്കുന്ന പോലെ വളരെ നീളമുള്ള ഒരു കത്തിയായിരുന്നു. അതെടുത്ത് ഇദ്ദേഹത്തിന് ഒരൊറ്റ കുത്താണ്. കുത്തി ആ ദേഷ്യത്തിൽ വലിച്ചപ്പോൾ തന്നെ കുറെ സാധനങ്ങൾ പുറത്തേക്ക് വന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം തീരാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അവിടെ ആ 2 പേര്, ഒരാൾ വളരെ ചെറിയ കുട്ടിയായി, ഒരാളുടെ ജീവിതം അവിടെ തീരാണ്. ആ വ്യക്തി സെൻട്രൽ ഗവൺമെന്റിലെ ക്ലാസ് 1 ഓഫീസറായ വ്യക്തി, ഈ ഒരു വ്യക്തിയെ ജീവിതത്തിൽ ഒരു തവണ പോലും കണ്ടിട്ടില്ല. ഒരു തവണ പോലും ഇതിനു മുന്നേ സംസാരിച്ചിട്ടില്ല. യാതൊരുവിധ മുൻപരിചയമോ ദേഷ്യമോ പകയോ ഒന്നുമില്ല. അവിടെ തീരാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എല്ലാവർക്കും ഒന്ന് പറയാം. ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നല്ലൊരു പോയിന്റാണ്. അവന്റെ വൈകാരികത എന്ന ആ യുദ്ധത്തില് അവൻ ശരിക്കും അടിമയായിട്ട് വെറും കുട്ടിയായിട്ട് മാറുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ചിന്തിക്കുക. ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അതിന്റെ ഗുണം നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും നിങ്ങൾക്ക് ഒപ്പമുള്ള ആളുകൾക്കൊക്കെ കിട്ടും.
ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ അബദ്ധങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം നമുക്ക് കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എപ്പോഴാണ്? നിങ്ങൾ വീട്ടിലെ അവസ്ഥ നോക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എപ്പോഴാണ്? ഒന്ന് പറയാം. നിങ്ങളുടെ ജീവിത പങ്കാളികളായിക്കോട്ടെ, നിങ്ങളുടെ കുട്ടികളോടായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് എന്റെ ചോദ്യം. സങ്കടം വരുമ്പോ. സങ്കടം പോട്ടെ മാം, വേറെ സങ്കടം വരുന്നത് നിങ്ങൾ ാണ്. നിങ്ങൾ ദേഷ്യപ്പെടുന്ന അവസ്ഥയാണ് പറയുന്നത്. ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്യുമ്പോ, മറ്റുള്ളവർ അബദ്ധം ചെയ്യുമ്പോ നമ്മൾ പറയുന്നത് ചെയ്യാൻ അല്ലേ? അപ്പൊ കുട്ടിയാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിഡ്ഢിത്തരം അവർ ചെയ്യുമ്പോൾ, അത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ പ്രിന്റ് ഔട്ട് നിങ്ങൾ വേണമെങ്കിൽ വീട്ടിലെടുത്ത് വെച്ചോളൂ. മേക്ക് യുവർ ഹോം എ സേഫ് പ്ലേസ് ഫോർ, ഒന്ന് വായിക്കാം എല്ലാവർക്കും. എ സേഫ് പ്ലേസ് ഫോർ, മേക്ക് യുവർ ഹോം എ സേഫ് പ്ലേസ് ഫോർ മിസ്റ്റേക്സ് ആൻഡ് സെക്കൻഡ് ചാൻസസ്. അബദ്ധങ്ങൾക്കും മണ്ടത്തരങ്ങൾക്കും പൊട്ടത്തരങ്ങൾക്കും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനും അതൊരു സേഫ് ആയിട്ട് ഡീൽ ചെയ്യുന്നൊരു വീടായിട്ട് നമ്മൾ മാറണം. വർക്കിംഗ് പ്ലേസ് ആയിക്കോട്ടെ, സ്വന്തം വീടായിക്കോട്ടെ, മറ്റുള്ളവർ അബദ്ധങ്ങൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവർ പൊട്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നമ്മൾ പറഞ്ഞ പോലെ കേൾക്കാതിരിക്കുമ്പോൾ അതിനെ യുദ്ധത്തിലേക്ക് പോകാതെ ഡീൽ ചെയ്യാനുള്ള കഴിവ് നമുക്കും വേണം. അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനുള്ള ഒരു കഴിവ്, ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വീട് വീണ്ടും യുദ്ധക്കളാവും. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഭാര്യയും ഭർത്താവും യുദ്ധം ചെയ്യുന്നത് കുട്ടികളെ ബാധിക്കുന്നുണ്ടോ? അടുത്തൊരു ചോദ്യമാണ്. ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ ബാധിക്കുന്നുണ്ടോ ഭാര്യയും ഭർത്താവും യുദ്ധം ചെയ്യുന്നത്? എല്ലാവർക്കും പറയാം. ബാധിക്കുന്നുണ്ട് സാർ. എങ്ങനെയാണ്? തീർച്ചയായും ബാധിക്കും സർ. ആർക്കെങ്കിലും ഒന്ന് പറയാം, ഒന്ന് വിശദാക്കാൻ പറ്റുമോ? റോൾ മോഡലാണല്ലോ. ബാധിക്കുന്നത് അവരുടെ ചിന്തയെ ബാധിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഒരു സ്ത്രീ ഭർത്താവിനോട് പെരുമാറുന്ന രീതി, ഇപ്പൊ ഭർത്താവിനോട് ദേഷ്യം വരുമ്പോൾ വാതിലടയ്ക്കുന്നു, പാത്രം എറിഞ്ഞുടക്കുകയാണെങ്കിൽ, അവൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക, ഇവള് ദേഷ്യപ്പെടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് മുതൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഏകദേശം ഒരു 80 to 90% ആ ഒരു മാനറിസം, ബിഹേവിയറിസം ഒക്കെ കോമൺ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് അല്ലെങ്കിൽ മദറിനോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അത് നമ്മുടെ കുട്ടിയുടെ ജാതകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പോസിറ്റീവ് സൈക്കോളജിയിൽ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്, നിങ്ങൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ലോകത്ത് അക്കാദമിക്കലി അല്ലെങ്കിൽ പ്രൊഫഷണലി വളരെ ഉയർന്ന ആളുകൾ കുട്ടികളുടെ ഒരു റെക്കോർഡ് അവർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയുന്നത് വളരെ ഒരു മനോഹരമായ ഒരു ഗൃഹ അന്തരീക്ഷം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. സോ മേക്ക് യുവർ ഹോം എ സേഫ് പ്ലേസ് ഫോർ മിസ്റ്റേക്സ് ആൻഡ് സെക്കൻഡ് ചാൻസസ്. അപ്പൊ ഇന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ബ്രഹ്മകുമാരിസിന്റെ ഹെഡായിരുന്ന ദാദി ജാനകി ഒരു മനോഹരമായൊരു തോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോടാവും. അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുടെ ജീവിത പങ്കാളി, കുട്ടികൾ, അമ്മ, അച്ഛൻ, ഇവരുടെ ഏറ്റവും മികച്ച ഒരു ഗുണമാണ് മാം പറയുന്നത്, ദാദി ജാനകി പറയുന്നത്. ഞാൻ 2 ഗുണം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, എഴുതി വെക്കുക, ഇപ്പൊ തന്നെ എഴുതി വെക്കുക. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും 2 ഗുണം നിങ്ങൾ എഴുതി വെക്കുക, അത് ബൈഹാർട്ട് ചെയ്യുക. എന്റെ മോനെ ഞാൻ എഴുതി വെക്കുന്നു. അവൻ ഒരുപാട് തരികിട പരിപാടികളും, ഇപ്പൊ കൗമാരക്കാരനാണ്, ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ ഷൗട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ദേഷ്യപ്പെടുന്ന സമയത്ത്, അവരുടെ മോശം കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ, അവർ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ വൈകാരികതയിലേക്ക് പോകുന്നത്, യുദ്ധത്തിലേക്ക് പോകുന്നത്. അവിടെ നിങ്ങൾ ഈ ബൈഹാർട്ട് ചെയ്യുന്ന ഗുണത്തെക്കുറിച്ച് ആലോചിക്കുക. 10 സെക്കൻഡ് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ യുദ്ധം കുറയും, നമ്മളിൽ നിന്ന് അവരിലേക്ക് പോകുന്ന മോശം എനർജി കുറയും. നമ്മളെ വളരെ ഈസി ആയിട്ട് ആ കണ്ടീഷൻസ് ഒക്കെ ഡീൽ ചെയ്യാൻ പഠിക്കും. ഇപ്പൊ എന്റെ മോൻ എന്തെങ്കിലും തരികിട പരിപാടി കാണിക്കുകയാണെങ്കിൽ ഞാൻ അവനിൽ കാണുന്ന 2 മികച്ച ഗുണം, അവൻ വളരെ ഫ്രണ്ട്ലി ആണ്, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്, അവന്റെ കൂട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. പിന്നീട് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കുന്നത്, വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും പാരന്റ്സിനോട് ആരോടും പറയാറില്ല, വേണം. അപ്പൊ വളരെ ഫ്രണ്ട്ലി ആണ്, വളരെ ഹെൽപ്പിംഗ് ആണ്, വളരെ സിംപ്ലിസിറ്റിയിലൂടെ പോകുന്ന ഒരു മനുഷ്യനാണ്.
അപ്പൊ ഞാൻ അവന്റെ ഉടമയല്ല എന്നുള്ളൊരു ബോധത്തിൽ നിന്നുകൊണ്ട് അവനെ ഒപ്പം കാണാൻ എനിക്ക് കഴിയുന്നു. അവനും എന്നെ പോലെ ഒരു ജീവിയാണ്, ഒരു വ്യക്തിയാണ്, ഒരു എനർജി രൂപമാണ്. എനിക്കിപ്പോൾ അവൻ സഞ്ചരിക്കുന്നുണ്ട്. അവനിൽ ഇങ്ങനെ കുറെ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ അവൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റീസിനെ കുറിച്ച് ഞാനൊന്ന് ആലോചിക്കുന്നു. ഈസ് എ വെരി ഫ്രണ്ട്ലി മാൻ, വെരി സപ്പോർട്ടീവ്. അവന്റെ ഫ്രണ്ട്സിനൊക്കെ അവന് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് സഹായിക്കാൻ ഉള്ളതാണ്. ഇങ്ങനെ കുറച്ചു നേരം ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ചെയ്ത മണ്ടത്തരത്തിനോടുള്ള എന്റെ ദേഷ്യം ഒന്ന് അടങ്ങുന്നുണ്ട്. ശാന്തമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊരു ടാസ്ക് ആണ്. ഒരുപാട് അറിവോ ക്ലാസ്സോ കേട്ടിട്ടൊന്നും ആളുകൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലോ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ 2 വരി നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആളുകൾ മാറുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടാസ്ക് നിങ്ങൾ ഇന്നൊന്ന് എഴുതുക, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. സ്വന്തം ഭർത്താവ്, ഭാര്യ, കുടുംബത്തിലെ ആളുകളുടെ ഒക്കെ 2 ഗുണങ്ങളെന്ന് എഴുതി വെക്കുക. നന്നായിട്ട് അത് ബൈഹാർട്ട് ചെയ്യുക. യാത്രകൾ ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ബൈഹാർട്ട് ചെയ്യുക. അവര് നിങ്ങളെ ദേഷ്യപ്പെടുത്തുമ്പോൾ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറച്ചു നേരം പറഞ്ഞാൽ മതി, യുദ്ധം തന്നെ മാറും. ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ്: ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണോ അതോ കല്യാണം കഴിച്ച് ജീവിക്കുന്ന പുരുഷനാണോ ഏറ്റവും കൂടുതൽ ഹാപ്പി? എല്ലാവർക്കും പറയാം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണോ അതോ കല്യാണം കഴിച്ച ഒരു പുരുഷനാണോ, ജീവിത പങ്കാളിയുള്ള പുരുഷനാണോ കൂടുതൽ ഹാപ്പി? കല്യാണം കഴിച്ചാള്. എല്ലാരും പറയൂ. സ്ത്രീകൾ പറയൂ. സ്ത്രീകളുടെ അഭിപ്രായം കൂടി വേണം. എല്ലാരും പറയൂ. മാരീഡ് മാൻ. ബാക്കിയുള്ളവര് കല്യാണം കഴിഞ്ഞ വ്യക്തി. കല്യാണം കഴിഞ്ഞ്. അപ്പൊ പോസിറ്റീവ് സൈക്കോളജിയുടെയും ലോകത്തിലെ കുറെ പോസിറ്റീവ് സൈക്കോളജി അല്ല, ഹാപ്പിനെസ് എക്സ്പേർട്ടായ കുറെ സൈക്കോളജി സ്റ്റഡിയുടെ ഒരു ഭാഗം വന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയ ആളുകളെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഈ 2 വിഭാഗം ആണ് ടോപ്പ് വരുന്നത്: കല്യാണം കഴിഞ്ഞ പുരുഷനും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളും. എന്തെങ്കിലുമൊക്കെ പിടി കിട്ടുന്നുണ്ടോ പുരുഷന്മാർ? ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അവള് കുറച്ച് കഴിയുമ്പോൾ തന്നെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൾ ഹാപ്പിനെസ്സിലേക്ക് വരുന്നുണ്ട്. എന്നാൽ എന്താണ് പുരുഷന്റെ അവസ്ഥ? എല്ലാവരും പറയണം. പുരുഷന്മാർ നന്നായി ചിന്തിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ആളുകളെ? എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം. എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷം മുന്നാണ് മരണപ്പെട്ടത്. ഒരു 10-20 കൊല്ലം ഭാര്യയില്ലാതെ ജീവിച്ച അദ്ദേഹത്തിന്റെ ദുഃഖം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമുക്ക്, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന റൂമിൽ നിങ്ങളുടെ മുകളിൽ ഒരു ഫാൻ കറങ്ങുന്നുണ്ടാവും. ഒന്ന് നോക്കി നോക്കൂ. ഒരു ഫാൻ അവിടെ കറങ്ങുന്നുണ്ടോ നിങ്ങളുടെ റൂമിൽ? ആ ഫാൻ കറങ്ങുന്ന സമയത്ത് നമ്മൾ ആരോ ഫാനെ നോക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അത് കറങ്ങുന്നു, അത് കാറ്റ് നിങ്ങൾക്ക് തരുന്നു. എന്നാ ഫാൻ നിൽക്കുന്നു, നിങ്ങൾ ആ ഫാനെ നോക്കാൻ തുടങ്ങും. അതിനെതിരെ നിങ്ങൾ ദേഷ്യപ്പെടാൻ തുടങ്ങും, അതിനെതിരെ കംപ്ലൈന്റ് പറയാൻ തുടങ്ങും, അതിനെതിരെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോ പുരുഷന്മാരെല്ലാം കരുതേണ്ട ഒരു കാര്യമുണ്ട്. പുരുഷന്മാരെന്ന് നമ്മൾ പറയാൻ കാരണം, നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട്, നമ്മൾ ഈ കേരള സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട്, വേൾഡിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് കൂടുതലാണ്, ഒരുപാട് ആനുകൂല്യങ്ങൾ പുരുഷവർഗം അനുഭവിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. പക്ഷെ നമ്മൾ ഈ ആനുകൂല്യം ഒന്നും ആനുകൂല്യമായി കരുതുന്നില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. നമ്മൾക്ക് എപ്പോഴാണ് നിർത്തേണ്ടത് മാം? 25-നാണോ 20-നാണോ? ഹലോ സംഘാടകർ പറയൂ, എത്ര ടൈം എടുക്കും? 25. ഓക്കെ. അതായത് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഇങ്ങനെ അമ്പലത്തിൽ പോയി വരുമ്പോൾ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഭിക്ഷക്കാരൻ അദ്ദേഹത്തിന് 100 രൂപ കൊടുക്കുകയാണ്. അപ്പൊ ആ ഭിക്ഷക്കാരൻ ഭയങ്കര സന്തോഷമായി. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യും. ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ 100 രൂപ കൊടുക്കും. അപ്പൊ ആ ഭിക്ഷക്കാരൻ വല്ലാത്തൊരു മതിപ്പാണ് ഈ ചെറുപ്പക്കാരനോട്. പിന്നീട് ചെറുപ്പക്കാരന്റെ വീട്ടിൽ വിശേഷ ദിവസങ്ങൾ അദ്ദേഹം വരാൻ തുടങ്ങി. ഓണമായാലും വിഷു ആയാലും നല്ല നല്ല ദിവസങ്ങളൊക്കെ അദ്ദേഹം വരും, 100 രൂപ കൊടുക്കും. ഒരിക്കൽ ചെന്നപ്പോ 50 രൂപയാണ് കിട്ടിയത്, അല്ല 80 രൂപ. അപ്പൊ ആ ചെറുപ്പക്കാരൻ, ഭിക്ഷക്കാരന് ചെറിയൊരു നീരസം തോന്നി, എന്നാലും കുഴപ്പമില്ല. ചോദിക്കുകയും ചെയ്തു, എന്ത് ഇത്തവണ കുറവാണല്ലോ, അപ്പൊ കല്യാണം കഴിഞ്ഞു, ഇനി ചെലവൊക്കെ കൂടുതലാണ്. വീണ്ടും ഇങ്ങനെ വരുന്നു, അത് 80 രൂപയാണ്. ചില സമയത്ത് അത് 60 രൂപയായി, 50 രൂപയായി. അപ്പോഴും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കുട്ടിയായി, കുടുംബമായി, ഇപ്പോ ബുദ്ധിമുട്ടാണ്. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു
ന്യൂ ഇയറിന് ചെന്നപ്പോൾ 20 രൂപയാണ് കൊടുത്തത്. അപ്പൊ ആ ഭിക്ഷക്കാരനെ സഹിക്കാൻ പറ്റിയ ഭിക്ഷക്കാരൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് കുടുംബമായി കുട്ടികളായി നിങ്ങൾക്ക് ചെലവ് കൂടി, അത് എന്റെ പണത്തിനെടുത്തിട്ടാണോ നിങ്ങൾ ചെലവാക്കേണ്ടത്? എന്റെ പണത്തിനെടുത്തിട്ടാണോ നിങ്ങൾ ചെലവാക്കേണ്ടത്? ഭിക്ഷക്കാരൻ ചോദിക്കുകയാണ്. എന്തേലും പിടികിട്ടുന്നുണ്ടോ അതില്? ആരാണ് ഭിക്ഷക്കാരൻ? എല്ലാവർക്കും പറയാം. ഒരു കുടുംബമാകുമ്പോൾ നമ്മൾ പലരും ഭിക്ഷക്കാരാണ്. പല സർവീസും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതൊരു അവകാശമാണെന്ന്. ഈ കിട്ടുന്ന സർവീസ് എല്ലാം ആനുകൂല്യമാണ്. അതൊരിക്കലും അവകാശമാവുന്നില്ല. ആ ഭിക്ഷക്കാരൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അത് അവന്റെ അവകാശമാണ്. ഭിക്ഷ കൊടുക്കുന്നതൊക്കെ ആനുകൂല്യമാണ്. അതുപോലെയാണ് നിങ്ങൾക്ക് കുറെ ആളുകൾ സർവീസ് തരുന്നത്. ഭാര്യ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, ഒപ്പം ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അവർ തരുന്ന സർവീസ് എല്ലാം ഒരു ഭിക്ഷ പോലെ സ്വീകരിക്കുക. കുറച്ച് നന്ദിയോടെ അത് സ്മരിക്കുക. അതൊരിക്കലും അവകാശമായി കരുതരുത്. ആ ഒരു ചിന്തയിൽ നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടി ഇൻഡിപെൻഡൻസ് വരും. സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, പരമാവധി മറ്റുള്ളവരുടെ സർവീസിൽ നിന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഒരു പേന എടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് മോനെയോ ഭാര്യയോ വിളിക്കാതെ പേന നിങ്ങൾ പോയി എടുക്കുക. വൈകാരികത കട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ്. ഇമോഷണലി ഒരു ഇൻഡിപെൻഡൻസ് വരണം. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുക. പ്രത്യേകിച്ച് ഒരു 40-50 കഴിയുകയാണെങ്കിൽ, ഇത് നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ ആരുമില്ലെങ്കിലും ഒരു രാജാവായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ ഭിക്ഷക്കാരന്റെ അവസ്ഥയാണ്. അവന് ഭിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ, ഭിക്ഷ തരുന്ന ആളുകൾ എന്തെങ്കിലും അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഏറ്റവും വലിയ ഭിക്ഷക്കാരനായിട്ട്, ഏറ്റവും മോശം ഭിക്ഷക്കാരനായിട്ട് പോവാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് വലിയൊരു ടോപ്പിക്കാണ്. അതുപോലെ അതിന്റെ മറുവശം നമുക്ക് പിന്നൊരു പറയാം. അവസാനമായിട്ട് ഒരു ആ വീഡിയോ കണ്ടിരുന്നോ? ആ വീഡിയോ കാണാൻ പറ്റുമോ? പറ്റുന്നുണ്ട് സർ. ചെറിയ വീഡിയോ ആണ്, ഞാൻ ഒന്നുകൂടി കാണിച്ചത്. യെസ്, ആ വീഡിയോനെ കുറിച്ചും കൂടി നിങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം. എന്തെങ്കിലും അതൊന്ന് പിടികിട്ടിയോ? യെസ്, ലൈഫ് ഏറ്റവും ചെറുതാണ്. അങ്ങനെ ചെറുതായി വരികയാണ് നമ്മുടെ ചെറുതായി. ബാക്കി എല്ലാവർക്കും പറയാം. നമ്മള് ഓരോ ബൗണ്ടറീസുകൾക്കുള്ളിൽ ഒതുങ്ങി ചുരുങ്ങി പോവാണ്. അതെ. നമ്മൾ ഒതുങ്ങി പോണം. നമ്മൾ ഒതുങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒതുങ്ങി പോയിക്കോളും. അതെ, ഞാൻ എൻ്റെ ഒരു 8-10 കൊല്ലമായിട്ട് എയർഫോഴ്സിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സൈക്കോളജി പഠനങ്ങളും പിന്നെ കുറച്ച് ആത്മീയ പഠനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം ആളുകളെ ഡീൽ ചെയ്യാനാണ്, അവരുടെ പ്രശ്നം കേൾക്കാനായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരുപാട് കഴിവും ഒരുപാട് പണവും പദവിയുള്ള ആളുകളും അവരൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ, പുറത്തുനിന്ന് നോക്കുന്ന പോലെ ഒന്നല്ല. ഒരുപാട് സഫറിങ് ആണ് ഉള്ളത്. അതിനുള്ള കാരണം അവരുടെ എനർജി, അവരുടെ പണം, പദവി, അവരുടെ സമ്പാദ്യം മുഴുവൻ അവര് ലിമിറ്റ് ചെയ്യുന്നത് കുറച്ച് പരിമിതമായ ബന്ധങ്ങളിൽ മാത്രമാണ്. എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ, എൻ്റെ മക്കളുടെ കൊച്ചുമക്കൾ, ഇങ്ങനെയുള്ള ഒരു ജീവിതമായിട്ട് ഒതുങ്ങി വരച്ച് ജയിലിലെ പുള്ളിയെ പോലെ ആക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. ലോകം വളരെ വിശാലാണ്. നിങ്ങൾ പണം എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ ചിലപ്പോൾ റിട്ടയർഡ് DGP ആകാം, കമ്മീഷണർ ആകാം, എന്ത് കുന്തമാണെങ്കിലും ആയിക്കോളൂ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ ചായക്കടയിലൊക്കെ ഒന്ന് 10 മിനിറ്റ് പോയിരിക്കുക. കുറച്ച് ആളുകളോട് സംസാരിക്കുക. ഇങ്ങനെയുള്ള സംഘടനകളുണ്ട്, മറ്റുള്ളവർക്ക് സർവീസ് കൊടുക്കുന്ന സംഘടനകളുണ്ട്. കുറച്ച് സമയം അവിടെ പോയി കൊടുക്കുക. ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഒന്ന് മനസ്സിലാക്കുക. കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക. നല്ല നല്ല സംഘടനകൾ ഒരുപാടുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ജയിലിൽ നിന്ന് പ്രിസണർ ഓഫ് വാർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജയിൽ പുള്ളി. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എതിർ രാജ്യത്ത് പിടിക്കപ്പെടുന്ന ജവാന്റെ പേരാണ് പ്രിസണർ ഓഫ് വാർ.
POW എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ ഏറ്റവും വേദന നിറഞ്ഞ അവസ്ഥയാണ് ലോകത്തിലെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് അങ്ങനത്തെ ആളുകളാവും. വല്ലാത്ത ടോർച്ചറിങ് അവിടെ കിട്ടുക. അപ്പൊ നിങ്ങളുടെ എനർജിയും സമ്പാദ്യവും എല്ലാം സ്വന്തം കുടുംബം എന്ന് പറഞ്ഞ സെൽഫിഷ് ആയിരിക്കുന്ന ആളുകളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഫറിങ്. അത് നിങ്ങൾ എവിടെയും നോക്കിക്കോ, വിഷമിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ, അവരോട് സംസാരിച്ചോളൂ. അവരായിരിക്കും ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായിട്ടും മാനസികരായിട്ടും ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത്. എന്നാൽ നാട്ടിലെ ആളുകളോട് നന്നായിട്ട് ഇടപഴകുന്നു, ചുറ്റുമുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ സഹായങ്ങളും സന്തോഷവും കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരെന്നും ചെറുപ്പമാണ്. അവരാ സ്വന്തം കാറ്റ് പോകുന്നവരെ ഏറ്റവും മനോഹരമായിട്ട് ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ചോയ്സാണ്. ജയിൽ പുള്ളിയായിട്ട് യുദ്ധ തടവുകാരനായിട്ട് ജീവിക്കണോ, കുറച്ചുകൂടി വിശാലമായി ലോകത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മനോഹരമായ ഒരു ജീവിതം സൃഷ്ടിക്കണോ, അതൊരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ ഇവിടെയുള്ള 24 പേർക്കും ഞാൻ മുന്നിലിട്ട് തരികയാണ്. ചിന്തിക്കുക. വൈകാരിക യുദ്ധങ്ങളൊന്നുമില്ലാതെ വളരെ മനോഹരമായ ഒരു സ്വർഗം സൃഷ്ടിക്കാൻ ഒരവസരവും നമുക്ക് പ്രപഞ്ചനാഥൻ തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കണോ, ഒരു യുദ്ധ തടവുകാരനായിട്ട് ഇഞ്ചിഞ്ചായി നേറിയിട്ട് പോകണമെന്ന്, അതൊരു ഓപ്ഷനാണ്, ഒരു ഇന്റലിജന്റ് ഓപ്ഷൻ. അത് നന്നായിട്ട് ഉപയോഗിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും സർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ടീം എന്താണ് ഇന്നത്തെ സെഷന്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാം? ദീപ മാം സാറിന്റെ വൈഫാണോ? അതെ അതെ, എന്റെ മുതലാളിയാണ്, ഞാൻ മുതലാളി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം ടീം നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുക, ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് പറയാ. പെട്ടെന്നായിക്കോട്ടെ, നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ആര് ആദ്യം പറയും എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. മാജിക് മോർണിംഗ്. യെസ്, മണി സർ പറഞ്ഞോളൂ. ദിനേശ് സർ, നല്ലൊരു പ്രസന്റേഷൻ ആണ്, നല്ലൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. ശരിക്കും ഇത് വാർന്നുള്ളത് വാർ ആൻഡ് പീസും കൂടി ചേർത്താണോ? കാരണം അതിലുള്ള കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ ഒരു പ്രിസണർ ഓഫ് വാർ ആകാതെ നമ്മളൊരു നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം, പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് കൂടുതൽ ഉണ്ടായത്. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു മണി സാർ, താങ്ക് യു. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു രണ്ടാളും കൂടെ പറഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. രണ്ടാളും കൂടെ. ബഷീർ സർ. മാജിക് മോർണിംഗ്. ദിനേശ് സാർ നല്ല ക്ലാസ് ആയിരുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ ഒന്നും കൂടി കൊണ്ടുപോയി നമ്മളെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ കുറെ ടിപ്സ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സാർ, താങ്ക് യു. ഓക്കെ ബഷീർ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ലാസ്റ്റ് ആയിട്ട് ഒരാൾക്കും കൂടെ ചാൻസ് തരികയാണ്, ഒരാൾക്കും കൂടെ ഫീഡ്ബാക്ക് പറയാം. ആരും റെഡി അല്ലേ? എന്ത് പറ്റുന്നേ? മാജിക് മോർണിംഗ്. ഇതാ മാം പറഞ്ഞോളൂ. വളരെ നല്ലൊരു ടോപ്പിക്. സാറ് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ മൈൻഡിലേക്ക് വന്നത് കുട്ടികളുടെ കാര്യമാണ്. മോൻ ഇപ്പൊ 10th പഠിക്കുന്നത്. അപ്പൊ അവന്റെ ആ ഒരു സ്വഭാവ ഒരു ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ സാറ് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാനിതേപോലെ ദേഷ്യപ്പെടാറുണ്ട്. സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും, അതായത് അവൻ നല്ല സ്കൂളിലൊക്കെ വളരെ അധികം മറ്റുള്ള കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവിധ കഴിവുകളും ഉള്ള ഒരു കുട്ടിയാണ്. നന്നായി പാടും, വരയ്ക്കും, എല്ലാം ഉണ്ട്. അപ്പൊ പഠനത്തിന്റെ കാര്യത്തിൽ ചെറിയ ക്ലാസ് മുതൽ ക്ലാസ് ടോപ്പർ ആയിട്ട് വന്നിരുന്ന കുട്ടിയാണ്. അപ്പൊ പിന്നെ ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോ അതിങ്ങനെ കുറഞ്ഞ് വരല് തുടങ്ങി. ഇപ്പൊ കഷ്ടി ഇങ്ങനെ പാസ്സായി പോകും. അത്ര ആ ഒരു ലെവലിലേക്ക് എത്തിയപ്പോ അതിന്റെ ആ ഒരു ഇമോഷനിൽ ഞാൻ ഒരുപാട് ചീത്ത പറയാറുണ്ട്. ചീത്ത പറഞ്ഞ ഈ പഠനത്തിന്റെ കാര്യത്തിൽ മാത്രം, ബാക്കിയെല്ലാം അവൻ ഓക്കെയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അവൻ പറയും, അമ്മ ആ ഒരു സമയത്തല്ലേ ഞാൻ 10th എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ സാർ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും പെട്ടെന്ന് അത് കണക്ട് ചെയ്തു. വളരെ നല്ലൊരു ക്ലാസ് സാർ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. നമ്മളത് ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ദേഷ്യല്ലേ, ഈ ഒരു നെഗറ്റീവ് എനർജി, അത് ശരിക്കും അവരെ തിരുത്താനൊന്നല്ല.
നമ്മൾ കരുതുന്നതാണ് നമ്മൾ അവരെ തിരുത്താണെന്ന്. അത് നമ്മുടെ ഫ്രസ്ട്രേഷൻ ആണ്. ആ അതെ അതെ ഫ്രസ്ട്രേഷൻ നമ്മൾക്ക് ഒരിക്കലും മറ്റുള്ള ആളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. അതെ തീർച്ചയായും. ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ ഷൗട്ട് ചെയ്യും എന്ന് പറയുമ്പോ അതൊക്കെ ഇപ്പൊ സാർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ വളരെയധികം കറക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് എന്തായാലും മാറാം, നമുക്ക് പാരന്റ്സിന് മാറാൻ പറ്റിയ ഒരു നല്ലൊരു ക്ലാസ് ആയി പോയി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. അപ്പം ഇതെടുത്ത ദിനേശ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനിയും ഒരു സെഷൻ ദിനേശ് സാറിന്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു ദിനേശ് സാർ. Thank you താങ്ക് all. യു ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സാർ. താങ്ക് യു എല്ലാവരും ഓൾ. താങ്ക് യു.